പത്തനംതിട്ട ചുരുളിക്കോട് വാഹനാപകടത്തിൽ 2 മരണം. ഗാനമേള സംഘത്തിന്റെ വാഹനവും പച്ചക്കറി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നീലഗിരി സ്വദേശി അജിത്, പുന്നപ്ര സ്വദേശി അഖിൽ എന്നിവരാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ ഈ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, രാവിലെ തന്നെ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എന്തായാലും ആ പിക്കപ്പ് വാനും അതുപോലെ തന്നെ ലോറിയും ഗാനമേള സംഘമായിരുന്നു ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ കയറ്റി പോവുകയായിരുന്നു. കണ്ണകി പുന്നപ്ര, അതാണ് ആ ട്രൂപ്പിന്റെ പേര്. അവർക്ക് ഇന്നലെ സീതത്തോട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ രാവിലെ ആ സാധനങ്ങളെല്ലാം അഴിച്ചു വെച്ച് കൊണ്ടുപോവുകയായിരുന്നു അവിടേക്ക്. തമിഴ്നാട് നീലഗിരിയിൽ നിന്ന് പച്ചക്കറി കയറ്റി കോഴഞ്ചേരിയിലൊക്കെ ഇറക്കിയായിരുന്നു ഈ നീലഗിരി സ്വദേശി അജിത്ത്. ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരാണ്. അയാൾ വന്നിരുന്ന ലോറിയുമായി. എന്തായാലും ആ ലോറി ഇടിച്ചു മറിയുന്ന CCTV ദൃശ്യമടക്കം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ഭയാനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. എന്തായാലും ഉറങ്ങിപ്പോയതാകാം ഇരു കൂട്ടരും. രാവിലെയാണ് 6:45 ആ സമയം പറയുന്നത്. സ്വാഭാവികമായി ഇരു കൂട്ടരും ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ നീലഗിരി സ്വദേശി അജിത്തും അതുപോലെ തന്നെ ടുട്ടു എന്ന ഗാനമേള ട്രൂപ്പിലെ അംഗവും ആ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരാളെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. എന്നാലും ഇദ്ദേഹത്തിനും ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഏറ്റിരിക്കുന്നത്. മറ്റ് ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ പച്ചക്കറി വാഹനം പൂർണ്ണമായി മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ റോഡരികിൽ പൂർണ്ണമായി പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ലോറി ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, വലിയൊരു ഇടിയുടെ ആഘാതത്തിൽ ഇങ്ങനെ തകിടം മറയുന്നുണ്ട് ലോറി. മിക്കവാറും ഉറങ്ങിപ്പോയതാകാനൊരു സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉറക്കം നിന്നിട്ട്, ഗാനമേള ട്രൂപ്പൊക്കെ ആകുമ്പോൾ ഉറക്കം നിന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കം നിന്ന് വണ്ടി ഓടിക്കുന്നു, വെളുപ്പിനൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉറക്കം നിന്നിട്ടുള്ള വണ്ടി ഓടിക്കൽ, അതിപ്പോൾ അവരുടെ മാത്രം കുഴപ്പമാകില്ല. അവർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല, അവരുടെ ജോലി അത് ആവശ്യപ്പെടുന്നുണ്ടാവും. പക്ഷെ അത് നിയന്ത്രിച്ചാൽ കുറേയൊക്കെ അപകടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്.